Next common infectious disease in man is helminth disease. Helminths നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പ്ലാറ്റി ഹെൽമിന്തസും ഏഷ്യൽമിന്തസും ആ രണ്ട് വിഭാഗത്തിൽപ്പെട്ട ഹെൽമിൻസ് ഉണ്ട്. ഹിയർ വി ക്യാൻ സി അസ്കാരിയാസിസ്. അതുണ്ടാക്കുന്നത് പ്ലാറ്റി ഹെൽമിന്തസ് അല്ല, ഏഷ്യ ഹെൽമിന്തസ് ഗ്രൂപ്പിൽ വരുന്ന അസ്കാരിസ് ആണ് ഡിസീസ് ഉണ്ടാക്കുക. പെത്തോജൻ ഇസ് അസ്കാരിസ്. ഇറ്റ് ഇസ് എൻ ഇൻറ്റസ്റ്റൈനൽ പാരസൈറ്റ്. ഇനി എന്താണ് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ? അസുഖം എങ്ങനെയാണ് സ്പ്രെഡ് ആവുക? Through soil, water, vegetables, fruits, etc. Contaminated with feces containing eggs of parasite. Parasites ഉള്ള എഗ്ഗുകൾ, പാരസൈറ്റിൻ്റെ എഗ്ഗുകളുള്ള ഫീക്കസ് അത് സോയിലൊക്കെ വന്നു കഴിഞ്ഞാൽ അത് കോമൺ പ്ലേസ് എക്സ്ക്രീറ്റ് ചെയ്താൽ സോയിലൊക്കെ വരും. മഴയൊക്കെ പെയ്യുന്ന സമയത്തോ വെള്ളം വഴിയൊക്കെയോ അത് പല ഭാഗങ്ങളിലേക്കും നമ്മൾ കൃഷിയിടങ്ങളിലേക്ക് എത്തി വെജിറ്റബിൾസിലും ഫ്രൂട്ട്സിലേക്കൊക്കെ വരാം. അങ്ങനെയുള്ള ഭക്ഷണം കഴിച്ചാൽ ഈ പാരസൈറ്റിൻ്റെ എഗ്ഗ് ശരീരത്തിലേക്ക് എത്തണു. ഇനി വാട്ട് ആർ ദ സിംറ്റംസ്? ഇന്റേണൽ ബ്ലീഡിങ്, സിവിയർ കേസസിലൊക്കെ ഇന്റേണൽ ബ്ലീഡിങ് ഉണ്ടാവും. ദെൻ മസ്കുലർ പെയിൻ, മസിൽസിലൊക്കെ പെയിൻ ഉണ്ടാവുക, ഫീവർ ഉണ്ടാവും, അനീമിയ വളർച്ച ഉണ്ടാവും, ഇൻഡസ്റ്റൈനൽ പാസേജിന് ബ്ലോക്കേജ് ഉണ്ടാവും. ഇനി സാധാരണഗതിയിൽ ഇങ്ങനെ അസുഖങ്ങൾ വരാതിരിക്കാൻ നിങ്ങൾക്ക് സ്കൂളിലൊക്കെ ആൽബൻഡസോൾ ടാബ്ലറ്റ്സ് തരുന്നുണ്ട്. അത് ഈ വെര എന്ന് പറയുന്നതാണ് കേട്ടോ, സാധാരണ വെരയാണത്. അപ്പോൾ ഈ ആൽബൻഡസോൾ ടാബ്ലറ്റ്സ് കൊടുക്കാറുണ്ട്. ഇനി നെക്സ്റ്റ് ഹെൽമൻത് ഡിസീസ് ആണ് ഫൈലേറിയാസിസ് അല്ലെങ്കിൽ എലിഫന്റിയാസിസ്. എലിഫന്റിയാസിസ് എന്ന് പറയാനുള്ള കാരണം എലിഫന്റിന്റെ കാല് പോലെ വരും അസുഖം വന്നാൽ. സാധാരണ കോമൺലി നമ്മൾ മന്ത് എന്ന് പറയുന്നതാണ്. കാല് കണ്ടാൽ നിങ്ങൾക്ക് അറിയാം. മന്ത് സാധാരണ ഉണ്ടാക്കുന്ന പെത്തോജൻ, മന്ത് എന്ന അസുഖം ഉണ്ടാക്കുന്ന പെത്തോജനാണ് ഫൈലേറിയൽ വേം. അതിൻ്റെ സയൻറ്റിഫിക് നെയിമാണ് വൂഷറേറിയ ബാൻക്രോഫ്റ്റീം, വൂഷറേറിയ മലയീം. രണ്ടും ഫൈലേറിയാസിസ് ഉണ്ടാക്കും. എങ്ങനെയാണ് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ? ത്രൂ ദ ബൈറ്റ് ഓഫ് ഫീമെയിൽ ക്യൂലെക്സ് മോസ്കിറ്റോ. ഇവിടെയും ഫീമെയിൽ മോസ്കിറ്റോ തന്നെയാണ് അസുഖം ഉണ്ടാക്കുന്നത്. ബട്ട് ദ മോസ്കിറ്റോ ഈസ് ക്യൂലെക്സ്. ഇനി എന്തൊക്കെയാണ് സിംറ്റംസ്? സാധാരണഗതിയിൽ ഫൈലേറിയൽ വേംസ് നമ്മുടെ ബോഡിയിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് ജീവിക്കുന്നത് നമ്മുടെ ബോഡി ഫ്ലൂയിഡ് ആയിട്ടുള്ള ലിംഫിൻ്റെ വെസൽസിലാണ്. ബ്ലഡും ലിംഫും ബോഡി ഫ്ലൂയിഡ്സ് ആണ്. ലിംഫിൻ്റെ വെസൽസിലാണ് സാധാരണ അത് കാണുക. അത് കാലുകളിലാണ് സാധാരണ ഇൻഫെക്ഷൻസ് ഉണ്ടാവുക. ഇറ്റ് കോസസ് ക്രോണിക് ഇൻഫ്ലമേഷൻ. വല്ലാതെ ഇൻഫ്ലമേറ്റഡ് ആവും ആ ഭാഗം. എവിടെയാണോ ഈ പത്തോജൻ ഉള്ളത് അവിടെ വല്ലാതെ വീർത്തിരിക്കും. ആൻഡ് ലിംസ് ആൻഡ് ജെനിറ്റൽ ഓർഗൻസ് മേ ബി ഡിഫോംഡ്. ജെനിറ്റൽ ഓർഗൻസിനെയും ബാധിക്കാം. അവിടെ ഒരു ഡിഫോംഡ് അപ്പിയറൻസാണ്, ഒരു ഡിസ്റ്റോർട്ടഡ് ഷേപ്പ്. നോർമലായിട്ടുള്ള കാലിൻ്റെ ഒന്നും പോലെയല്ല അതിൻ്റെ അപ്പിയറൻസ് ഇരിക്കുക, ഇൻഫെക്റ്റഡ് പാർട്ട്. ഇനി നെക്സ്റ്റ് ഇൻഫെക്ഷസ് ഡിസീസ് ആണ് ഫംഗൽ ഡിസീസ്. ഫംഗസ് ഇൻഫെക്ഷൻ ഉണ്ടാവുക. അതിലൊരു ഗ്രൂപ്പാണ് റിംഗ് വേംസ്. അപ്പോൾ ഉണ്ടാവുന്ന പെത്തോജൻ്റെ സയൻറ്റിഫിക് നെയിംസ് ആണ് മൈക്രോസ്പോറം, ട്രൈക്കോഫൈറ്റൺ, എപ്പിഡെർമോഫൈറ്റൺ. സാധാരണ അത് ഗ്രോയിൻസിൽ, നമ്മുടെ കാലിൻ്റെ ഇടയിലുള്ള ഭാഗങ്ങളിൽ, തുടയുടെ ഇടയിലുള്ള ഭാഗങ്ങളിൽ, വിരലിൻ്റെ ഇടയിൽ, അതായത് ഈർപ്പം നിൽക്കുന്ന സ്ഥലങ്ങളിലാണ് സാധാരണ കാണുക. ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് ഫംഗസ് നമ്മുടെ ബോഡിയിലേക്ക് എത്തുന്നത്? സോയിൽ വഴി, ഫ്രം സോയിൽ ഓർ ബൈ യൂസിങ് ടവൽസ്, ക്ലോത്ത്സ്, കോംബ് എക്സിട്ര. ചീർപ്പ്, ഡ്രസ്സുകൾ, അസുഖമുള്ള ഫംഗസ് ഇൻഫെക്ഷനുള്ള ഡ്രസ്സുകൾ, ടവലുകൾ, തോർത്തിൻ്റെ പുറത്ത് കരിമ്പൻ വരിക എന്ന് പറയുന്നത് ഫംഗസ് ഇൻഫെക്ഷൻ ആണ് കേട്ടോ. അപ്പോൾ അതുവഴിയൊക്കെ നമുക്ക് സ്പ്രെഡ് ചെയ്യാം. പിന്നെ ഹീറ്റും മോയ്സ്ചറും ആണ് സാധാരണ ഫംഗസിനെ ഗ്രോ ചെയ്യാൻ വളർച്ച കൂടുതലുള്ളത് അങ്ങനത്തെ സ്ഥലങ്ങളിൽ, അങ്ങനത്തെ അറ്റ്മോസ്ഫിയറിലാണ്. ഇതൊരു ഫംഗൽ ഇൻഫെക്ഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. റിംഗ് വേം ഇൻഫെക്ഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. ഇനി എന്താണ് സിംറ്റംസ്? അങ്ങനെ ഫംഗസ് ഇൻഫെക്ഷൻ വന്നാൽ ഡ്രൈ സ്കെയിലി ലീഷൻസ് ഓൺ സ്കിൻ. നമുക്ക് താരനൊരു ഫംഗസ് ഇൻഫെക്ഷനാണ്. സ്കിന്നൊക്കെ പൊളിഞ്ഞ് വരിക. പിന്നെ നെയിൽസിൽ, സ്കാൽപ്പിലൊക്കെ ഇൻഫെക്ഷൻസ് ഉണ്ടാവാം. നല്ല ചൊറിച്ചിലുണ്ടാവും. ഇതൊക്കെ സീവിയർ കേസസിൽ റിംഗ് വേം ഇൻഫെക്ഷൻസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് നമുക്ക് ഡിസീസ് കൺട്രോൾ ചെയ്യാം? വാട്ട് ഇസ് എ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഡിസീസസ്? ഫസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഫോർമോസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് തിങ് ആണ് പേഴ്സണൽ ഹൈജീൻ. വൃത്തിയായി നടക്കുക, കുളിക്കുക, ഡ്രസ്സസ് ചേഞ്ച് ചെയ്യുക, പ്രത്യേകിച്ച് അണ്ടർ ഗാർമെൻറ്റ്സ്, പിന്നെ നല്ല ഭക്ഷണം, വെള്ളം, ഇതൊക്കെ കുടിക്കുക. ഇനി അത് കൂടാതെ പബ്ലിക് ഹൈജീനും ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോപ്പർ ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് ആൻഡ് എക്സ്ക്രീറ്റ. എക്സ്ക്രീഷൻ ഒന്നും പുറത്ത് പൊതുസ്ഥലങ്ങളിൽ എക്സ്ക്രീറ്റ് ചെയ്യാതിരിക്കുക. വേസ്റ്റൊക്കെ പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യുക. അത് വെച്ച് നമ്മുടെ വീട്ടിലെ വേസ്റ്റ് എടുത്ത് അയൽപക്കത്തെ വീട്ടിലിടുക എന്നല്ല അതിൻ്റെ അർത്ഥം കേട്ടോ. ദെൻ പീരിയോഡിക് ക്ലീനിങ് ആൻഡ് ഡിസ്ഇൻഫെക്ഷൻ ഓഫ് വാട്ടർ റിസർവോയേഴ്സ്, പൂൾസ് ആൻഡ് സെസ് പൂൾസ് ആൻഡ് ടാങ്ക്സ്. പൂളുകൾ, സ്വിമ്മിംഗ് പൂൾസ് ഒക്കെ പബ്ലിക് യൂസ് ചെയ്യുന്ന കോമൺ സ്ഥലങ്ങളല്ല, അസുഖം സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതൊക്കെ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യുക, ഡിസ്ഇൻഫെക്റ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ വീട്ടിലെ ടാങ്കുകൾ ക്ലീൻ ചെയ്യുക, വെള്ളത്തിൻ്റെ സംഭരണികൾ ക്ലീൻ ചെയ്യുക. ഇതൊക്കെ വഴി അസുഖം കുറയ്ക്കാൻ പറ്റും. ദെൻ അവോയ്ഡ് കോൺടാക്ട് വിത്ത് ഇൻഫെക്റ്റഡ് പേഴ്സൺസ് ഓർ ദെയർ ബിലോങ്ങിങ്സ്. അസുഖമുള്ള ആളുകളുടെ കോൺടാക്റ്റ് ഒഴിവാക്കുക, അവരുടെ സാധനങ്ങൾ ഉപയോഗിക്കുന്നത് കുറയ്ക്കുക. അപ്പം അങ്ങനെയൊക്കെ ഒരുവിധം വായുവിൽ കൂടി പകരുന്ന അസുഖം നമുക്ക് കൺട്രോൾ ചെയ്യാം.
അതിനൊരു ഭാഗമായിട്ട് ഇപ്പോൾ നമുക്ക് അങ്ങനത്തെ അസുഖങ്ങൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മളെല്ലാവരും മാസ്ക് ശീലിച്ചു, മാസ്ക് ഉപയോഗിച്ചിട്ടാണ് പൊതുസ്ഥലങ്ങളിലേക്ക് ഇറങ്ങുന്നത്, 1 മീറ്റർ അകലം പാലിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു പരിധി വരെ എയർബോൺ ഡിസീസസ് ഇപ്പോൾ നമ്മുടെ കൺട്രോളിലാണ്. ദെൻ സ്റ്റാൻഡേർഡ് പ്രാക്ടീസസ് ഓഫ് ഹൈജീൻ ഇൻ പബ്ലിക് കാറ്ററിംഗ് സ്ഥലങ്ങളിലൊക്കെ വൃത്തിയിൽ ഒക്കെ സൂക്ഷിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുമ്പോൾ കൈയൊക്കെ വൃത്തിയായിരിക്കണം, നീറ്റായിരിക്കണം, അതൊക്കെ ശ്രദ്ധിക്കുക. ദെൻ വെക്ടേഴ്സിൻ്റെ സ്ഥലങ്ങൾ എലിമിനേറ്റ് ചെയ്യുക. മോസ്കിറ്റോസ്, ഹൗസ് ഫ്ലൈസ്, ഇതൊക്കെ വരുന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ അതൊക്കെ വൃത്തിയാക്കി സൂക്ഷിക്കുക. അതൊക്കെ വളരുന്ന സ്ഥലങ്ങൾ, ബ്രീഡിംഗ് പ്ലേസസ് ഒക്കെ നമ്മൾ നശിപ്പിക്കുക. അപ്പം എങ്ങനെ നശിപ്പിക്കാം? വെള്ളം കെട്ടിക്കിടക്കുന്ന, അവോയ്ഡ് സ്റ്റാഗ്നേഷൻ ഓഫ് വാട്ടർ, വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കാം. അല്ലെങ്കിൽ അഥവാ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളിൽ എന്തെങ്കിലും വന്നിട്ടെന്ന് തോന്നിയാൽ അതിൻ്റെ പുറത്ത് നമുക്ക് എണ്ണയോ മണ്ണെണ്ണയോ ഒക്കെ നമുക്ക് ഒഴിക്കാം. കാരണം അങ്ങനെ വന്നാൽ ഒരു ഓയിൽ ലെയർ ഫോം ചെയ്യുമ്പോൾ ആ ലാർവയ്ക്ക് വേണ്ട ഓക്സിജൻ കിട്ടാതെ നശിച്ചു പോകുന്നത്. പിന്നെ ഹൗസ് ഹോൾഡ് കൂളിംഗ് എക്യുപ്മെൻറ്റ്സ് ഇതൊക്കെ പ്രോപ്പർലി ക്ലീൻ ചെയ്യുക. കൂളേഴ്സൊക്കെ, മോസ്കിറ്റോ നെറ്റ്സ് ഉപയോഗിക്കുക. ദെൻ ലാർവിവോറസ് ഫിഷസ്, ലാർവേനെ തിന്നുന്ന ഫിഷസ് നമുക്ക് വെള്ളത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഗംബൂസിയ, ഗപ്പിയൊക്കെ കോമൺലി നിങ്ങൾ കാണുന്ന ചെറിയ തോടുകളിലൊക്കെ ഗപ്പി കാണും. അതൊക്കെ ലാർവിവോറസ് ഫിഷസ് ആണ്, മോസ്കിറ്റോൻ്റെ ലാർവേനെയൊക്കെ തിന്നും. ദെൻ സ്പ്രേയിങ് ഇൻസെക്ടിസൈഡ്സ്, ഡ്രെയിനേജ് സ്ഥലങ്ങളിലൊക്കെ ഇൻസെക്ടിസൈഡ്സ് ഒക്കെ സ്പ്രേ ചെയ്യുക. പക്ഷേ സാധാരണ ജനവാസമുള്ള സ്ഥലങ്ങളിൽ അത് അത്ര നല്ലതല്ല. കാരണം ഇൻസെക്ടിസൈഡ്സ് ഹൈലി പോയ്സണസ് ആണ്. അത് വേറെ രീതിയിലുള്ള റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ്, അത് ശ്വസിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവാനുള്ള സാധ്യതകൾ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഒരു അസുഖം, ഇൻഫെക്ഷസ് ഡിസീസ് വന്നാൽ കൺട്രോൾ ചെയ്യുന്ന രീതികൾ. നമ്മൾ പേഴ്സണൽ ഹൈജീനും പബ്ലിക് ഹൈജീനും നോക്കുക. ഇതൊക്കെ ചെയ്താൽ ഒരു പരിധി വരെ നമുക്ക് ഡിസീസ് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. നമുക്ക് ഏറ്റവും നല്ല എക്സാമ്പിൾ, നമ്മൾ കൊറോണനെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ സാധിച്ചത് ഒരു പേഴ്സണൽ ഹൈജീൻ, നമ്മൾ സാനിറ്റൈസ് ചെയ്ത് തുടങ്ങി, മാസ്ക് യൂസ് ചെയ്ത് തുടങ്ങി, അങ്ങനെ ഒരു അകലം പാലിക്കുന്നു. അങ്ങനെ ഇനി കുറച്ചൊക്കെ വൃത്തിയും വെടുപ്പും കൂടിയതുകൊണ്ട് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് നമുക്ക്. സോ ഈ ചാപ്റ്ററിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ട് നമ്മൾ ഇവിടെ എൻഡ് ചെയ്യാണ്. നെക്സ്റ്റ് പാർട്ട് നെക്സ്റ്റ് വീഡിയോയിൽ ഉണ്ടാവും.